വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. കേരളത്തിൻ്റെ തനതായ ഭംഗി കാണണമെങ്കിൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിലൂടെ ഇങ്ങനെ ഒന്ന് കടന്നു പോകുമ്പോൾ കാണാവുന്ന പാടങ്ങളും മരങ്ങളും അമ്പലങ്ങളും ഒക്കെ അതിമനോഹരമാണ് കേട്ടോ. പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നും തന്നെ ഇല്ല. എല്ലാം അതിമനോഹരം, അതിഗംഭീരം എന്ന് വേണമെങ്കിൽ പറയാം. കേരളം തന്നെ എന്തൊരു ഭംഗിയല്ലേ, ദൈവത്തിൻ്റെ നാട് എന്നല്ലേ പറയുന്നത്. ആയ സ്ഥിതിക്ക് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആനക്കരയിലോട്ടാണ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഇവിടുത്തെ പാടങ്ങളും മരങ്ങളും എല്ലാം എന്ത് ഭംഗിയാണെന്നറിയോ. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പാടങ്ങളുടെ നടുവിലൂടെ ഒരു വീടാണ്. ആ വീട് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിമനോഹരമായ വീടാണ്. കൂടാതെ അവിടെ ഈ സായാഹ്നങ്ങളിലെല്ലാം ഇരുന്ന് ചായ കുടിക്കാനും സൊറ പറഞ്ഞിരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല നല്ല ഗാർഡൻസ് ഉണ്ട് അവിടെ, നല്ല പൂക്കളുണ്ട്, ലൈറ്റ്നിങ് ഉണ്ട്. അതെല്ലാം ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ വീടിൻ്റെ പരിസരം എത്തിയിട്ടോ. ഇതാണ് രണ്ട് പാടത്തിൻ്റെ നടുവിലൂടെയാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇങ്ങനെ പോയി ഇടയ്ക്ക് വാക്കിങ്ങിനൊക്കെ ഞാൻ ഇറങ്ങാറുണ്ട് ഈ വഴിയിലൂടെ. ഇവിടെ വന്ന് നിന്നാൽ തന്നെ ഒരുപാട് ക്രെയിൻസ്, അതായത് കുറ്റികളുണ്ടല്ലോ, ആ കുറ്റികളൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നത് കാണാം. പൂമ്പാറ്റയാട്ടോ പാറിപ്പറന്ന് നടക്കുന്നത്, കുറ്റികൾ ചെറുതായിട്ട് പാറിപ്പറന്ന് നടക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ അവിടെയുള്ള ഊഞ്ഞാലിൽ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പണ്ടത്തെ മ്യൂസിക്കും 80s സോങ്സ് എല്ലാം ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അതിന് പറ്റിയ ഒരു സമയമാണ്. രാത്രിയായി ചായയൊക്കെ കുടിച്ചു, ചക്കപ്പായസം കുടിച്ചു. അങ്ങനെ അമ്പലത്തിലെ പായസവും കളപ്പവും എല്ലാം പ്രസാദമൊക്കെ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെ മടങ്ങുമ്പോഴാണ് പ്രധാനപ്പെട്ട രണ്ട് അമ്പലങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഒന്ന് ശ്രീ വരാഹമൂർത്തി ടെമ്പിൾ. ഈ ആനക്കരയിൽ തന്നെ തൊട്ടടുത്താണ് വരാഹമൂർത്തി. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം ഇടപാടാണ്. അതായത് സ്ഥലം വിറ്റുപോകാണ്ട് വിഷമിച്ചിരിക്കുന്നവർക്കും സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടെ ഒരു പിടി മണ്ണായിട്ട് പോയിട്ട് പൂജ ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ട്. അത് വിളിച്ച് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഇത് ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ അതിൽ നല്ല റിസൾട്ട് വന്നത് കൊണ്ടായിരിക്കാം ഈ ഏരിയ എല്ലാം നന്നായിട്ട് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. കൂടാതെ വരാഹ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തത് ഇങ്ങനെ ഒരു ഹോട്ടലും അവർ തുടങ്ങിക്കഴിഞ്ഞു. ഈ ഏരിയ പണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു പാടവും കുറച്ച് വീടുകളും മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ നല്ല ഹൈലി ഡെവലപ്ഡ് ആയി കഴിഞ്ഞു. ഈ ഒരു ടെമ്പിളാണ് അതിൻ്റെ ഏക റീസൺ. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഞങ്ങൾ ചെന്നൈയിലേക്ക് മടങ്ങുകയാണ്. അന്ന് ഹനുമാൻ ജയന്തി ആയതിനാൽ ഒരു ഹനുമാൻ കോവിലെങ്കിലും സന്ദർശിക്കണം എന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് മോഹം. ഭയങ്കര സ്പിരിച്വൽ ആൾക്കാരുടെ കൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് കാക്കശ്ശേരിയിലുള്ള ശ്രീ ശക്തി ഭൈരവി ഹനുമാൻ ടെമ്പിൾ കണ്ടത്. അവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ 10th-നും 8th-നും 10th-നും വളരെ വിശേഷമാണ്. അവിടെ ഹനുമാൻ കോവിലിൽ ഭയങ്കര ഉത്സവമാണ്. താലപ്പൊലി, ആന, അങ്ങനെ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രത്യേകിച്ച് വരണം എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പോയതാന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉള്ളവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ നേരെ വന്നത് കോയമ്പത്തൂരുള്ള ഹോട്ടലിലേക്കാണ്. ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി വെജ് താലിയെല്ലാം കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഹൈജീനാണ്, നല്ല ഹോട്ടലാണ്. ഞാൻ എപ്പോഴും ശതാബ്ദി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നാണ് ലഞ്ച് കഴിക്കാറുള്ളത്. തൊട്ട് മുമ്പിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ലെജൻഡറി ഇൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ്. അവരുടെ തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റും. അപ്പോൾ നല്ല അടിപൊളിയാണ്. എല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എല്ലാം എടുത്തിട്ട് 3:10 ശതാബ്ദിയിൽ കയറി. അപ്പോൾ എന്നെപ്പോലെ ട്രെയിൻ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ പാട്ടുകളെല്ലാം കേട്ട്, മൂവി ഡൗൺലോഡ് ചെയ്ത് കണ്ട്, കുറച്ച് ബുക്സ് എല്ലാം വായിച്ച് ട്രെയിനിലെ കാഴ്ചകളും ട്രെയിനിൻ്റെ അകത്തുള്ള കാഴ്ചകളും പുറത്തുള്ള കാഴ്ചകളും എല്ലാം കണ്ട് ആസ്വദിച്ച് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഡേ ട്രെയിനിൽ സഞ്ചരിക്കാറുള്ളൂ, നൈറ്റിൽ സഞ്ചരിക്കാറില്ല കേട്ടോ. അത് എന്തോ അതെനിക്കറിയില്ല, എനിക്കത് കുറച്ച് അത്ര ഒരു സേഫ്റ്റി ആയിട്ട് തോന്നാത്തത് കൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ചെന്നൈയിലെത്തി. ഇനി പതുക്കെ ചെന്നൈ വിശേഷങ്ങളുമായിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് ക്രിസ്മസായി, ന്യൂ ഇയറായി, ഇനി അങ്ങോട്ട് വിശേഷങ്ങളാണല്ലോ. യാത്ര തുടരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. യാത്ര തുടരുന്നു, ശുഭയാത്ര തുടരുന്നു.